ഹലോ, എല്ലാവർക്കും നീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു മുട്ട കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇത് നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇതിങ്ങനെ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇപ്പം ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിത് പാകത്തിന് ലൂസാക്കി എടുക്കണം. ഈ ഒരു കട്ടിയിലാണ് ആക്കിയെടുക്കേണ്ടത്. അധികം കട്ടിയായാൽ ദോശയും കട്ടിയാവും. ഇത് നേരിയതായിട്ടാണ് നമ്മൾ ഇവിടെ ചുട്ടെടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് പാലച്ചീരയാണ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരിയതായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. തിരിച്ചിട്ട് കൊടുത്ത് അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേവിച്ചെടുക്കണം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.